ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.5 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് വേണ്ടത്. ഇതിലേക്ക് ഈ ഒരു കപ്പ് അളവിൽ തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. അതിന് വേണ്ടിയിട്ടാണ്. റവ എത്രത്തോളം കുതിർന്ന് കിട്ടുന്നോ അത്രയും നന്നായിരിക്കും ഈ ഒരു പലഹാരം. ഇതൊരു 30-40 മിനിറ്റോളമെങ്കിലും കുതിർത്ത് വെച്ചിരിക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ സമയം വരേക്കും കുതിർത്ത് വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ കുറഞ്ഞു പോവരുത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 40 മിനിറ്റ് സമയമായപ്പോഴേക്ക് ഇത് തുറന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് കുതിർന്ന് വന്നു. ഞാനിപ്പോൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം ഒഴിച്ചു കൊടുത്ത ആ വെള്ളം തന്നെയാണ് ഇതിൽ കറക്റ്റ് പരുവം. ഇപ്പോൾ ആ റവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. റവ എത്രത്തോളം കുതിർന്ന് വരുന്നോ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു പലഹാരം. ഇപ്പോൾ ഞാനിത് മുഴുവനായിട്ടും മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പ് അളവിൽ 1.25 കപ്പ് അളവിലാണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കണമെന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു റവ കുതിർത്ത് വെക്കുമ്പോൾ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത അതേ അളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പാലിൽ കുതിർത്ത് വെക്കാം. പക്ഷേ എങ്കിലും നമുക്ക് ടേസ്റ്റ് ഏറ്റവും കൂടുതൽ പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴാണ്. പാൽ ഒഴിച്ചു കൊടുത്താലും പാൽപ്പൊടി ഇട്ട് കൊടുത്തിരുന്നാൽ നല്ല ടേസ്റ്റാണ്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ശർക്കര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിന് 1.25 കപ്പ് അളവിൽ പഞ്ചസാരയും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഫുഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കാം. ഒന്ന് കളറായിട്ടിരിക്കാനാണ്. അപ്പോൾ ഞാനിവിടെ 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നല്ല പോലെ അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ചോറ് കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം അതിലേക്കാണിത് ഒഴിച്ചു കൊടുക്കുന്നത്. അരച്ചെടുത്ത മുഴുവൻ മിക്സും ഈ ഒരു പ്ലേറ്റിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റ് വരെ വേവിക്കാവുന്നതാണ്. അപ്പോൾ നല്ല പരുവത്തിന് കിട്ടും. ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റിൽ ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് നമ്മൾ ഒരു സ്പാച്ച് വെച്ചിട്ട് ഇതുപോലെ വക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.